ഹലോ എവ്രി വൺ. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക്ക് 5th യൂണിറ്റിലത്തെ നെക്സ്റ്റ് ടോപ്പിക്കാണ് നാഷണൽ പോളിസി ഓഫ് എഡ്യൂക്കേഷൻ 1986. നമ്മൾ നേരത്തെ പറഞ്ഞത് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് 68 ആയിരുന്നു. 68നെ തിരിച്ചിട്ടാൽ 86. അപ്പോൾ നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ വരുന്നത്. പക്ഷെ കുറച്ച് മോഡിഫിക്കേഷൻസും കുറച്ച് എക്സ്ട്രാ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ആഡ് ചെയ്യുന്നുണ്ട്. നോക്കിക്കേ, അപ്പം ഇവിടെ അതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. സബ് ഹെഡിങ്സ് ഉണ്ടാവും. എന്താണ് കാര്യം എന്ന് മനസ്സിലാക്കുക, എന്നിട്ട് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, എന്താണ് കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഓൺ വേർഡ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതെല്ലാം സബ് ഹെഡിങ്സ് മാത്രം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ട് പോവുക. അപ്പോൾ നോക്കിക്കേ, ഫസ്റ്റ് റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ. ഇപ്പോൾ പണ്ടുള്ള കാലത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചെറിയ കുട്ടികളിൽ ഒരുപാട് എന്താ പറയുക ഡെഫിഷ്യൻസീസ് ഒക്കെ കണ്ടുവന്നിട്ടുണ്ട്. അതായത് എല്ലാവർക്കും ഒരേപോലെ ന്യൂട്രീഷൻ കിട്ടാതെയും അതേപോലെ തന്നെ എല്ലാവരും ഒരേപോലെ നോക്കാൻ പറ്റാതിരിക്കുകയും പിന്നെ ചെറിയ കുട്ടികൾ LKG UKG പോലത്തെ അങ്ങനത്തെ ഒരു പ്രീ പ്രൈമറി വിദ്യാഭ്യാസം നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സോ ഈ കുഞ്ഞു കുട്ടികളെ മുതൽ ഫുള്ളായിട്ട് അവരുടെ ആ ഒരു കെയറൊക്കെ കംപ്ലീറ്റ്ലി നല്ലപോലെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിലാണല്ലോ അവർ വളർന്ന് വലുതാവുമ്പോൾ നല്ലപോലെ എഡ്യൂക്കേഷനൊക്കെ കൊടുത്താൽ നല്ല ആൾക്കാരാവുള്ളൂ. അപ്പോൾ NPE 1986 ജനിച്ച് വീണ കുട്ടികൾ മുതൽ അവരെന്ത് ചെയ്യുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്. മാത്രമല്ല ഗർഭിണികളെയും അവർ ശ്രദ്ധിക്കുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഒരു സ്ത്രീ ഗർഭിണി ആയിരിക്കുമ്പോൾ തൊട്ടേ ആ കുട്ടിയെ നമ്മൾ നോക്കണം എന്നാണ് 1986 പറയുന്നത്. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സർവീസസ് ICDS, പിന്നെ അംഗനവാടികൾ വന്നു. അതേപോലെ തന്നെ പ്രീ പ്രൈമറി സ്കൂൾസ് ഗവൺമെൻറ്റിൻ്റെ വന്നു. പിന്നെ മെറ്റേണൽ ഹെൽത്ത്, നമ്മൾ ഈ അംഗനവാടിയിൽ നിന്നൊക്കെ ഗർഭിണികൾക്ക് ശർക്കര, ഗോതമ്പ് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കിട്ടുമല്ലോ. സോ അതൊക്കെ നമ്മുടെ ഈ ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. പിന്നെ അത് മാത്രമല്ല 3 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അമൃതപ്പൊടി. സോ ഇതെല്ലാം എന്തിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്, നമ്മുടെ ഈ 1986 റെക്കമെൻഡേഷൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. എല്ലാ ഇത് പോളിയോ വാക്സിനേഷൻ അംഗനവാടി വഴി നമ്മൾ കൊടുക്കുമല്ലോ ഓരോ മാസമൊക്കെ. അപ്പോൾ അതെല്ലാം എന്തിൻ്റെ ഭാഗമായിട്ടാണ്, ഈ 1986ൻ്റെ ഭാഗമായിട്ടാണ് വന്നിട്ടുള്ളത്. ദെൻ യൂണിവേഴ്സലൈസിങ് എലമെൻ്ററി എഡ്യൂക്കേഷൻ, അതായത് നമ്മൾ 14 വയസ്സുള്ള കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ കമ്പൽസറി ആക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് എല്ലാവരും അതിൻ്റെ ഭാഗമായിരുന്നു എന്ന് വെച്ചാൽ അല്ല. ഈ പുതിയ NPE പ്രകാരം, അതായത് 1986 പ്രകാരം 14 വയസ്സ് വരെ എഡ്യൂക്കേഷൻ കമ്പൽസറി ആണ്. അതിൻ്റെ ഒപ്പം തന്നെ എല്ലാ കുട്ടികളും അതിൻ്റെ ഭാഗമാണ്, അല്ലെങ്കിൽ അതിൽ എൻറോൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുകയും വേണം എന്നാണ് പറയുന്നത്. എഡ്യൂക്കേഷൻ കമ്പൽസറി ആയാൽ മാത്രം പോരാ, നമുക്ക് ചുറ്റുമുള്ള അല്ലെങ്കിൽ എല്ലാ കുട്ടികളും കംപ്ലീറ്റ് ആ ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളും അതിൻ്റെ ഭാഗമായിരിക്കണം, എൻറോൾ ചെയ്തിരിക്കണം എന്നുള്ളത് കൂടി പറയുന്നത് 1986ത്തെ NPE ആണ്. ദെൻ പ്രൊമോട്ടിങ് ജെൻഡർ ഈക്വാലിറ്റി, നമ്മൾ കഴിഞ്ഞ തവണയും പറഞ്ഞിരുന്നു. ഈ പറഞ്ഞ പോലെ കുട്ടികളുടെ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം, ഡിഫറൻറ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാരുടെ വിദ്യാഭ്യാസം, അതൊക്കെ നമ്മൾ മെൻഷൻ ചെയ്തിരുന്നു. പക്ഷെ അതിനൊക്കെ ഇപ്പോൾ ഗേൾസ് സ്കൂള്, പെൺകുട്ടികൾക്ക് മാത്രമായിട്ടുള്ള സ്കൂള്, കോൺവെൻറ്റ് സ്കൂൾസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നത് ഈ NPE 1986 ആണ്. ഓക്കെ, ദെൻ ഡെവലപ്പിംഗ് എ കോമൺ എഡ്യൂക്കേഷണൽ ഫ്രെയിംവർക്ക്. The NPE sought to create a common curriculum to ensure consistency and uniformity in the education system. ഓക്കെ, ഒരു യൂണിവേഴ്സിറ്റി എക്സ്ട്രാ വന്നിട്ട് കാര്യം കേട്ടാ. അപ്പോൾ നോക്കിക്കേ, നമ്മൾ എന്താ പറയുന്നത്, ഒരു പ്രോപ്പർ സിലബസും അതേപോലെ ഒരു പ്രോപ്പർ കരിക്കുലൊക്കെ ഉണ്ടാക്കിയത് ആരാണ്, നമ്മുടെ NPE 1986ൻ്റെ റെക്കമെൻഡേഷൻ്റെ ഭാഗമായിട്ടാണ്. ഇന്ന ക്ലാസ്സിൽ ഇന്നത് പഠിക്കണം, ഇന്ന ക്ലാസ്സിൽ ഇന്നത് പഠിക്കണം, അതെല്ലാം പ്രോപ്പറായിട്ട് പറഞ്ഞത് 1986ൻ്റെ റെക്കമെൻഡേഷനിലാണ്. ഓക്കെ, ഒരു പ്രോപ്പർ എഡ്യൂക്കേഷണൽ ഫ്രെയിംവർക്ക് ഉണ്ടാക്കി. ദെൻ റീഓർഗനൈസിങ് എഡ്യൂക്കേഷൻ. അപ്പോൾ മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 10 വരെ ഒരൊറ്റൊന്ന്, പിന്നെ +2, +1, +2, പിന്നെ നമ്മുടെ ഗ്രാജുവേഷൻ. അതിനെ ഒന്നും കൂടി ഒന്ന് ഓർഗനൈസ് ചെയ്തിട്ട് പുതിയതായിട്ട് എങ്ങനെയാക്കി, ഏർലി ചൈൽഡ്ഹുഡ്, സെക്കൻഡറി, ഹയർ സെക്കൻഡറി, ടെക്നിക്കൽ ആൻഡ് അഡൾട്ട് സ്റ്റേജസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തരംതിരിച്ചു, ഒന്ന് റീഓർഗനൈസ് ചെയ്തു. ഓക്കെ, അപ്പോൾ എന്താണ്, ആ ഹയർ സെക്കൻഡറി, ഗ്രാജുവേഷൻ അല്ലെങ്കിൽ 10 വരെ എന്നുള്ളത് മാറ്റിയിട്ട് ഏർലി ചൈൽഡ്ഹുഡ്, സെക്കൻഡറി, ഹയർ എഡ്യൂക്കേഷൻ, അതേപോലെ തന്നെ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ, അഡൾട്ട് സ്റ്റേജസ് എന്ന് പറഞ്ഞിട്ട് സെപ്പറേറ്റ് ചെയ്തു. പിന്നെ ഇംപ്രൂവിങ് ഹയർ എഡ്യൂക്കേഷൻ,
അപ്പോൾ മുന്നത്തെ 1968 NPE പ്രകാരം നമ്മൾ എലമെൻ്ററി എഡ്യൂക്കേഷനൊക്കെയാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിച്ചാൽ ഇവിടെ നമ്മുടെ എല്ലാ ടൈപ്പും, അതായത് ഹയർ എഡ്യൂക്കേഷൻ, അതേപോലെ തന്നെ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ, എല്ലാ തരത്തിലുള്ള എഡ്യൂക്കേഷൻ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഹയർ എഡ്യൂക്കേഷൻ ഒന്നും കൂടി പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്തത്? എക്സ്പാൻഷൻ ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് വെച്ചാൽ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ എണ്ണം കൂട്ടി, വലിപ്പം കൂട്ടി. ദെൻ ഓട്ടോണോമസ് കോളേജസിൻ്റെ ഡെവലപ്മെൻറ്റ് കുറച്ചും കൂടി ഇൻക്രീസ് ചെയ്തു. കുറേ ഓട്ടോണോമസ് കോളേജസ് കൊണ്ടുവരാൻ തുടങ്ങി. അതേപോലെ തന്നെ റീഡിസൈനിങ് കോഴ്സസ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞു BEd 1 വർഷമായത് 2 വർഷമാക്കി, ഇപ്പോൾ 4 വർഷം. അതേപോലെ കോഴ്സുകളെല്ലാം ഒന്നും കൂടി റീഡിസൈൻ ചെയ്തു. ദെൻ ടീച്ചർ ട്രെയിനിങ്, അതായത് BEd, TTC, DEd അങ്ങനത്തെ കോഴ്സുകൾ കൊണ്ടുവന്നു. അതേപോലെ തന്നെ റിസർച്ചിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്തു. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഹയർ എഡ്യൂക്കേഷനിൽ വന്ന കുറച്ച് മാറ്റങ്ങളായിരുന്നു. അതേപോലെ തന്നെ റെക്കമെൻഡ് ചെയ്ത മറ്റൊന്നാണ് ഡെവലപ്പിംഗ് ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ്, അതായത് ഓപ്പൺ യൂണിവേഴ്സിറ്റികളും ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനും പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങി. നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഫസ്റ്റത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റിയാണ് ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി. സോ അതെല്ലാം എന്ത് ചെയ്യാൻ തുടങ്ങി? പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങി ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനും. ഇപ്പോൾ എല്ലാവർക്കും സ്കൂളിൽ പോയി പഠിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ലല്ലോ. നമ്മളിപ്പോൾ 14 വയസ്സ് വരെ എഡ്യൂക്കേഷൻ കമ്പൽസറി ആക്കി, ഓക്കെ. പക്ഷെ അന്നത്തെ കാലത്ത് 14 വയസ്സിന് ശേഷം എഡ്യൂക്കേഷൻ കമ്പൽസറി അല്ല. അപ്പോൾ വീട്ടിലത്തെ പ്രാരാബ്ദമൊക്കെ കാരണം ജോലിക്ക് പോകുന്നവരൊക്കെ ഉണ്ടായിരിക്കാം. സോ അത്തരത്തിലുള്ള ആൾക്കാരിൽ ഈ ഹയർ എഡ്യൂക്കേഷൻ എൻറോൾമെൻറ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് ഓപ്പൺ യൂണിവേഴ്സിറ്റീസും ഡിസ്റ്റൻസ് എഡ്യൂക്കേഷനൊക്കെ നല്ലപോലെ പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങി. ഓക്കെ. പിന്നെ അവിടെ നടന്നതാണ് വൊക്കേഷണലൈസേഷൻ. എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ വൊക്കേഷണൽ സ്കൂളുകളുണ്ടല്ലോ, അതും നമ്മുടെ നോർമൽ സ്കൂളും തമ്മിൽ എന്താ വ്യത്യാസം? നോർമൽ സ്കൂളിൽ നമ്മൾ തിയറീസിനാണ് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുക. ദെൻ വൊക്കേഷണൽ സ്കൂൾസിൽ എന്താണ്, അവർ ഏതെങ്കിലും ഇപ്പോൾ ഒരു ജോബ് ഓറിയൻറ്റഡ് ആയിട്ടായിരിക്കും അവരവിടെ കാര്യങ്ങളെല്ലാം പഠിക്കുന്നുണ്ടായിരിക്കുക. എന്ന് വെച്ചാൽ ഒരു ടെക്നിക്കൽ കോഴ്സ് കൂടി അവരെന്ത് ചെയ്യാണ്? ഇംപ്ലിമെൻറ്റ് ചെയ്യാണ്. അതായത് നോർമൽ സ്കൂളിൻ്റെ ഒപ്പം തന്നെ ടെക്നിക്കൽ കോഴ്സുകൾ, അതായത് പ്രൊഫഷണൽ കോഴ്സ് എന്ന് പറയാൻ പറ്റില്ല, ടെക്നിക്കൽ കോഴ്സുകളെല്ലാം ആഡ് ചെയ്തിട്ട് അവരെ കുറച്ചും കൂടി എന്ത് ചെയ്യാണ്? ജോബ് ഓറിയൻറ്റഡ് ആക്കി വിടുകയാണ്. സോ അങ്ങനെ വൊക്കേഷണലൈസേഷൻ വന്നു. ദെൻ ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ, അതായത് ചെറിയ ചെറിയ ഡിസബിലിറ്റി ഉള്ള കുട്ടികളും അതേപോലെ തന്നെ ഫിസിക്കലി ഹാൻഡിക്യാപ്പ് ആയിട്ടുള്ള ആൾക്കാരും കുട്ടികളും ഇവർക്ക് എല്ലാവർക്കും ഒരേപോലെ ഇരുന്ന് പഠിക്കാനുള്ള ഇൻ്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ സിസ്റ്റംസ് വന്നു. അതേപോലെ തന്നെ ടീച്ചർ എഡ്യൂക്കേഷൻ എന്ന് വെച്ചാൽ ഇതിപ്പോൾ ടീച്ചർ എഡ്യൂക്കേഷന് മാത്രമല്ല, നമ്മുടെ എന്താ പറയുക ടീച്ചർ ട്രെയിനിങ് ആണെങ്കിലും അതെ എന്ത് ചെയ്തു? സെൻട്രൽ ഗവൺമെൻറ് സ്പോൺസർ ചെയ്യുന്ന പ്രോഗ്രാംസ് വരാൻ തുടങ്ങി. സെൻട്രൽ ഗവൺമെൻറ് ഫണ്ട് ഇറക്കിയിട്ട് സെൻട്രൽ ഗവൺമെൻറ് സ്പോൺസർ ചെയ്യുന്ന ഒരുപാട് ടീച്ചർ എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് എല്ലാം കൊണ്ടുവരാൻ പറ്റി. അപ്പോൾ നോക്കിക്കേ, 68 ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. 86 ആയപ്പോഴേക്കും കുറച്ചും കൂടി, അതായത് ഹയർ എഡ്യൂക്കേഷൻ ആ രീതിയിലൊക്കെ കുറച്ചും കൂടി നമ്മൾ എന്ത് ചെയ്തു? ഡെവലപ്പ് ചെയ്തു. അപ്പോൾ ഇതും 5 മാർക്കിന് ചോദിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഹെഡിങ് എഴുതുക, ഓരോ സബ് ഹെഡിങ്ങും ഡീറ്റെയിൽ ആയിട്ട് എഴുതാം. ഇതിപ്പോൾ ഇതിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ഓരോ സബ് ഹെഡിങ്ങും നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. സോ അറിയാവുന്ന കാര്യങ്ങൾ എക്സാമ്പിൾസ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് അറിയുന്ന ഓൺ വേർഡ്സ് എഴുതിയാൽ മതി. ക്ലിയർ ആയോ? ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് ഇനി നമുക്ക് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആണ്. അത് നെക്സ്റ്റ് സെഷനിൽ കാണാം കേട്ടോ. ബൈ ബൈ.